ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. കൂടെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ അലീന പോകണമെന്ന തീരുമാനത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ്. അപ്പൊ പോകണം, അലീനയ്ക്ക് അവിടുന്ന് പോയേ പറ്റൂ. അലീന പോയില്ല എങ്കിൽ ഇനിയിപ്പം വൈജ ആ വീട്ടിലേക്ക് വലതുകാലം വെച്ച് വരില്ല, ഇടതുകാലം വെച്ച് വരത്തില്ല, കാല് കുത്തത്തേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ശപഥം ചെയ്തേക്കാണല്ലോ. താനായിട്ട് ആ വീട്ടുകാർക്ക് ഒരു ശല്യം ഉണ്ടാക്കണ്ടല്ലോ എന്നോർത്താണ് അലീന പോകാൻ വേണ്ടി ഒറ്റ കാലം നിൽക്കുന്നത്. ഇനിയാണ് വൻപൻ ട്വിസ്റ്റ് നടക്കാൻ പോകുന്നത്. നമ്മുടെ അലീനയെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ ആർക്കെത്തിക്കണം? ബാലചന്ദ്രൻ എത്തിക്കണം. അതുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബാലചന്ദ്രൻ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗോവർദ്ധനെയും കൂട്ടി. ബാലചന്ദ്രൻ യാത്ര പോകുന്നത് വേറെ ആരെയല്ല, നമ്മുടെ ഗംഗാധര മേനോനെ കാണാനായിട്ടാണ്. അപ്പൊ ഗംഗാധര മേനോനാണല്ലോ ഈ രഹസ്യത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വൈജയുടെ രഹസ്യം, അത് വൈജയുടെ പഴയകാല ചരിത്രം തിരിച്ചറിയണം. അതായത് ഏകദേശമൊക്കെ അറിയാം സ്റ്റാൻലി ആരാണ്, അല്ലെങ്കിൽ സ്റ്റാൻലി എവിടെയാണ് എന്നൊന്നും അറിയത്തില്ലെങ്കിലും ബാലചന്ദ്രന് കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ അറിയാലോ. ഏതായാലും ബാലചന്ദ്രൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിത്തിരിക്കുകയാണ് നമ്മുടെ അലീനയെ സേഫ് ആക്കാൻ വേണ്ടി. ഇപ്പം അതാണ് ബാലചന്ദ്രന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. വൈജ അങ്ങോട്ട് കയറി വരുന്നതോ വൈജയായിട്ട് ഒന്നിച്ചു പോകുന്നതോ ഒന്നുമല്ല, അലീനയെ സേഫ് ആക്കണം. അപ്പൊ അലീന ഇവിടെ നിൽക്കത്തില്ല. അലീനയെ നമുക്കൊരു പരിധി കൂടുതൽ ബാലചന്ദ്രന് നിർത്താനായിട്ട് പറ്റത്തുമില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ഗോവർദ്ധനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഗോവർദ്ധനോട് ഫുള്ള് കാര്യങ്ങളൊന്നും പറയുന്നില്ല, എന്തിനാണ് പോകുന്നതെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അലീനയെ സേഫ് ആക്കാനാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഗോവർദ്ധനും കൂടി ആട്ടോ കൂട്ടു പോകുന്നത്. അങ്ങനെ ഏതായാലും ഗോവർദ്ധൻ എന്നാ പിന്നെ ഞാനിനി ഇറങ്ങിക്കോട്ടെ, ഇത് പറയാൻ മാത്രമാണോ ബാലേട്ട എന്നെ വിളിച്ചത്, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗോവർദ്ധന. നമുക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒന്നെല്ലാം സെറ്റാക്കിയിട്ട് വേണം പോകാനായിട്ട്. കുറച്ച് അക്കൗണ്ടൻസ് ഒക്കെ നോക്കാനുണ്ട്, അതൊക്കെ ഇച്ചിരി അക്കൗണ്ടൊക്കെ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. അപ്പം അവരെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ടെന്ന് പറയുമ്പം പോയിട്ട് ഒത്തിരി ദിവസം താമസം ഉണ്ടോ? പോയിട്ടൊരു 2 ദിവസം താമസം ചിലപ്പോൾ വരുമായിരിക്കും എന്ന് പറയുമ്പം, അല്ലെ ഇവിടെ പിള്ളേർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? പിള്ളേർ ഒറ്റയ്ക്കല്ലല്ലോ, രോഹിത് ഉണ്ടല്ലോ, അലീന ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? അവര് മതി. ഇപ്പൊ ഈ വീട്ടിൽ വേറെ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ വീടാകാൻ വേണ്ടി എന്റെ രോഹിത്തും ബബിതയും കൃഷ്ണയൊക്കെ മതി. അത്രമാത്രം മാറ്റിയെടുത്തു അലീന അവരെ. അതെനിക്ക് തോന്നിയായിരുന്നു. പണ്ടത്തെ കൃഷ്ണമോളെന്നല്ല, പണ്ടത്തെ ബബിതയോ പണ്ടത്തെ രോഹിതോ ഒന്നും അല്ലെന്ന് എനിക്ക് മനസ്സിലായി. അവൾക്കൊരു പ്രത്യേക കഴിവ് തന്നെയല്ലേ ബാലേട്ട എന്ന് പറയുമ്പം. അവൾക്കൊരു പ്രത്യേക കഴിവൊക്കെ തന്നെയാണ്. പക്ഷേ ആ കഴിവുണ്ടല്ലോ അവളുടെ അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ. അവളുടെ അമ്മയുടെ ഒരു സ്വഭാവവും കിട്ടാത്തത് നന്നായി എന്ന് എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരാൾ കാണുമല്ലോ, അതായത് നമ്മുടെ വൈജയുടെ ഭർത്താവ്. അപ്പൊ അയാള് നല്ല ചിലപ്പോൾ അച്ചടക്കമുള്ള സ്വഭാവമൊക്കെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഗോവർദ്ധനൻ തന്നെ പറയുമ്പോഴത്തേക്കും, സ്റ്റാൻഡി എന്നൊന്നും പേരെടുത്ത് പറയുന്നില്ല കേട്ടോ, അങ്ങനെ ഗോവർദ്ധനൻ തന്നെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ശരിയായിരിക്കാം. ചിലപ്പോൾ അവളുടെ യഥാർത്ഥ അച്ഛൻ ചിലപ്പം നല്ല സ്വഭാവക്കാരനായിരിക്കാം. പിന്നെ അവള് സ്നേഹനികേതനിലല്ലേ വളർന്നത്. ബ്രിജിത്താമ്മേനെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളിക്കാരി നല്ലൊരു സ്ത്രീയാണ്. അങ്ങനെ പുള്ളിക്കാരി ഓരോരുത്തരും ഇങ്ങനെ ഏറ്റെടുത്ത്, ആരും ഇല്ലാത്തവരെ ഏറ്റെടുത്ത് വളർത്തിയൊക്കെ ഒരു സ്ത്രീയാണല്ലോ. അപ്പൊ ചെറുപ്പത്തിലെ സ്നേഹനികേതനിലാണ് അലീന താമസിച്ചത്, അവര് വളർന്നതൊക്കെ. അപ്പം അതുകൊണ്ട് ആ ഒരു സാഹചര്യമൊക്കെ ആയിട്ട് പോയത് കൊണ്ടായിരിക്കാം അവൾ ഇങ്ങനെ നല്ല സ്വഭാവക്കാരി ആയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മുടെ ഗോവർദ്ധനൻ പറയാൻ കാരണം, ഗോവർദ്ധനോട് പറയാൻ കാരണം, ഗോവർദ്ധനോട് പറഞ്ഞല്ലോ നമ്മുടെ ബാലചന്ദ്രൻ എന്റെ മകളല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇനിയിപ്പോ പറയാലോ. പക്ഷെ വൈജയുടെ മോളാണെന്നോ ഒന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഗോവർദ്ധൻ അത് അറിയത്തില്ല കേട്ടോ, വൈജയുടെ മോളാണെന്നോ ആ ഒരു കഥയൊന്നും ഗോവർദ്ധൻ അറിയത്തില്ല. ഈ പറയുന്ന നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങടെ ഭർത്താവാണെങ്കിലും ഒരിക്കലും അവർ ആങ്ങളമാർക്കൊക്കെ അറിയാം വൈജയുടെ, പക്ഷെ പുറത്തേക്ക് വേറെ ആരും അറിയാൻ വേണ്ടി നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെയൊന്നും വൈജയനെ താത്തി കെട്ടത്തില്ല ബാലചന്ദ്രൻ. അപ്പൊ ഏതായാലും നമ്മുടെ ഗോവർദ്ധനം പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ പോകുവാണ്, പോകുന്ന കാര്യമൊക്കെ സെറ്റാക്കുക, നാളെ രാവിലെ എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം, ഞാൻ രാവിലെ ഇങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഗോവർദ്ധൻ ഇറങ്ങുന്നു. ഗോവർദ്ധൻ ഇറങ്ങുമ്പോഴത്തേക്കും അലീന ചോദിക്കുക, അല്ല അങ്കിള് പോകുവാണോ എന്ന് ചോദിക്കുമ്പം, അതേ ഞാൻ പോകുക, എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇനിയിപ്പൊ നാളെ ഒരു യാത്രയുണ്ടെന്ന് പറഞ്ഞപ്പോ, യാത്രയോ? അതൊക്കെ നിന്റെ അച്ഛൻ പറഞ്ഞോളും, ഒരു ചെറിയ യാത്രയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ യാത്ര ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്കിളെ അത് എനിക്ക് വേണ്ടിയുള്ള യാത്രയാണെന്നൊക്കെ എനിക്ക് അറിയാം. കാരണം ഞാൻ ഇവിടെ നിന്ന് പോകുക എന്ന് പറഞ്ഞപ്പോ മുതലേ അച്ഛൻ അസ്വസ്ഥത തുടങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ യാത്ര എനിക്കുള്ളതാണെന്നറിയാം. ഇനിയിപ്പോ ഞാൻ എങ്ങോട്ടേക്കാ എവിടേക്കാ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ എനിക്ക് അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞപ്പോ, നിനക്ക് അതിനുള്ള കഴിവുണ്ടെന്നേ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാടി, ഏതായാലും നല്ലതിനാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോ, അല്ല ആന്റിക്ക് സുഖമായിട്ടിരിക്കണോന്ന് ചോദിച്ചപ്പോ, ആന്റിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു, എന്റെ അന്വേഷണം പറയണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ, പറഞ്ഞേക്കാം, എന്നാ പിന്നെ ഞാൻ പോവാണ്, നീ എല്ലാവരെയും മാറ്റിയെടുത്തെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ, ശരിയാണോ?
ഇപ്പം നീ പറയുന്നത് കേട്ട് ഇവിടെയുള്ള എല്ലാവരും നിക്കത്തുള്ളതാണല്ലോ പറഞ്ഞത്. എങ്ങനെയാ നിനക്ക് എവിടെന്നാ ഇതിനുള്ള ധൈര്യം കിട്ടിയത്? രോഹിത്തിനെയും ബബിതയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോ അതൊക്കെ എനിക്ക് സിമ്പിൾ ആയിട്ട് മാറ്റിയെടുക്കാന്നുള്ളതേ ഉള്ളൂ. അവർ എന്റെ സഹോദരങ്ങളല്ലേ, അപ്പൊ എനിക്ക് സിമ്പിൾ ആയിട്ട് അവരെ മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗോവർദ്ധൻ എന്നാ പിന്നെ ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാണ് കേട്ടോ. ഏതായാലും ബാലചന്ദ്രൻ വലിയ ആലോചനയിലും കാര്യത്തിലും ഒക്കെയാണ്. എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോ ഒരു തീരുമാനം ഉണ്ടാക്കണം. നമ്മുടെ ഗംഗാധര മേനോനെ കാണണം, കണ്ടിട്ട് സ്റ്റാൻലിനെ കുറിച്ച് അന്വേഷിക്കണം. അതൊക്കെ തന്നെയാണ് മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. നമ്മുടെ മനു ആണെങ്കിൽ നേരെ അലീനെ വിളിക്കുകയാണ്. അപ്പം ബബിത വിളിച്ചായിരുന്നല്ലോ. ബബിത വിളിച്ച് കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും നേരെ ഫോൺ വിളിക്കുകയാണ്. മനു നേരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കാണ്, നീ പോവുകയെന്നൊക്കെയാണല്ലോ പറയുന്നത്. അതിൽ നിന്നൊരു മാറ്റമില്ലേ അലീനെ? എല്ലാവർക്കും ഭയങ്കര സങ്കടമാണല്ലോ, നീ എല്ലാവരെയും ധർമ്മ സങ്കടത്തിലാക്കിയിട്ടാണല്ലോ അലീനെ പോകുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എല്ലാവരെയും സങ്കടത്തിലാക്കാനല്ല, എല്ലാവർക്കും സന്തോഷവും സമാധാനവും വേണം. ഇനി അത് ഞാൻ ഇവിടെ നിന്നാൽ ആർക്കും കിട്ടത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നീ അവിടെ നിൽക്കുന്നതാണ് അവിടുത്തെ ബബിതയ്ക്കും രോഹിത്തിനും കൃഷ്ണമോൾക്കും ബാലചന്ദ്രനും ഒക്കെ സമാധാനമെങ്കിൽ എന്തിനാണ് സമാധാനക്കേടിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാനായിട്ട് നീ പോകുന്നത് എന്ന് ചോദിക്കണം. അതായത് സമാധാനക്കേട് നമ്മുടെ വൈജയാണേ. അപ്പൊ അലീന പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും പറയരുത് മനുവേട്ട, ഞാൻ ഇവിടെ വന്നത് ഇന്നോ ഇന്നലെയാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ, അവരിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായതാണ്. ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാവരുടെയും മുമ്പിൽ ഒരു കരട് തന്നെയാണ്. അപ്പൊ ആ കരടിനെ എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആകാന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പൊ അതിനെ എടുത്തു കളയുന്നതിൽ നല്ലത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതല്ലേ. എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം പ്രത്യേകിച്ച് എനിക്കിവിടെ ജോലിയും കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എനിക്ക് ആരോടും പ്രത്യേകിച്ച് കടപ്പാടോ ഒന്നും എനിക്ക് ഇനി വേണ്ട. ഇനിയിപ്പോ എന്റെ അച്ഛനോടുള്ളൊരു കടപ്പാടല്ലേ, ആ കടപ്പാട് അതൊന്നും എനിക്ക് ജന്മത്തിൽ വീട്ടാൻ പറ്റത്തില്ലെന്നറിയാം. പക്ഷെ എനിക്ക് പോണം, ഞാൻ പോവാണ്. ഇനിയിപ്പം ആർക്കും ഒരു ശല്യം ആകരുത്. പ്രത്യേകിച്ച് എനിക്ക് ജന്മം തന്നെ ആ സ്ത്രീക്ക് ഞാനൊരു ശല്യമാകാൻ പാടില്ല. എന്നെ ആ സ്ത്രീക്ക് വേണമെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് ആ സ്ത്രീയെ? അപ്പൊ ഒരിക്കലും അറിയാനും പാടില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം കൊണ്ട് മാത്രം ഇത്രയും ദിവസം ഇവിടെ നിന്ന് പോയത്. അച്ഛൻ സത്യങ്ങളൊക്കെ വിളിച്ചു പറയും. ആ ഒരു പേടി ഇപ്പോഴും അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുമെന്ന്. പക്ഷെ അത് പേടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു കണ്ണിൽ കരട് പോലെ തന്നെ ഞാൻ ഇവിടെ ജീവിക്കേണ്ടി വരും. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്, ഇപ്പം മനുവേട്ടനാണെങ്കിലും അച്ഛനാണെങ്കിലും എന്റെ സഹോദരങ്ങൾക്കാണെങ്കിലും ഞാനിവിടെ വേണമെന്നൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന വൈജയുടെ സഹോദരങ്ങളുണ്ടല്ലോ, അങ്കിളും അതുപോലെ തന്നെ അവിടുത്തെ മുത്തശ്ശിയും എല്ലാവർക്കും ഞാൻ ഇപ്പോഴും ഒരു കരട് തന്നെ ആയിട്ടാണ് അവർക്കൊക്കെ നിൽക്കുന്നത്. അപ്പം അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ, എന്തിനാണ് വെറുതെ? അപ്പൊ ഞാൻ പോകുന്നത് തന്നെയാണ് ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടം, പോകുന്നത് തന്നെയാണ് നല്ലത്. എന്റെ മനസ്സിനും എനിക്കിഷ്ടം ഞാൻ പോകുന്നതാണ്. എനിക്ക് ഒരു ഇടത്ത് ഒരു ശല്യമായിട്ടും എനിക്ക് താമസിക്കാൻ ആഗ്രഹമില്ല. എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛന് വേണ്ടി രോഹിത്തിനെയും ബബിതയും ഒക്കെ പഴയതിൽ നിന്നും നല്ല ബെസ്റ്റ് ആക്കി നല്ലൊരു മക്കളാക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ ധാരാളം. ഇനി എനിക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടുത്തെ കാര്യം ചെയ്ത് തീർത്തു, ഇനി അടുത്ത സ്ഥലത്തേക്ക്, അവിടുത്തെ കാര്യം ചെയ്ത് തീർത്താൽ അടുത്ത സ്ഥലത്തേക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓഹോ, നീ ഇപ്പൊ വലിയ പുണ്യാളത്തി ആകുവാണോ? നിനക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് ഇങ്ങനെ നടന്നാൽ മതിയോ? നിന്റെ കാര്യം നിനക്ക് സെറ്റ് ആക്കണമെന്നൊന്നും ഇല്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് ദൈവം ഒരു വാ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാനുള്ള ആഹാരവും അത് ദൈവം ഒരുക്കി തരും. അങ്ങനെ ഞങ്ങൾ ബ്രിജിത്താമ്മ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഒത്തിരി സുഖ സൗകര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട. ഒരു പായും ഒരു തലയണയും ഒരു ചെറിയൊരു പുതപ്പും ഉണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഞാൻ കിടന്നുറങ്ങും. അത് എവിടെ സുരക്ഷിതമായിട്ടുള്ള ഏത് സ്ഥലത്താണെങ്കിലും ആരും എന്നെ ശല്യം ചെയ്യാൻ വരില്ല. പിന്നെ എന്റെ ശരീരം സൂക്ഷിക്കാൻ എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മനു പറഞ്ഞു, ഈ പറയുന്ന ഇതൊക്കെ നീ പറയുന്നുണ്ടല്ലോ, അപ്പൊ ഇതൊക്കെ പറയുന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നിന്നെ തിരുത്താനോ ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ ഇനിയിപ്പം മാറാനോ ഒന്നും പോകുന്നില്ലെന്ന് എനിക്കറിയാം. എല്ലാം നിന്റെ ഇഷ്ടമാണ്. എല്ലാം നീ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. അല്ലാതെ ഒരിക്കലും എനിക്ക് നിന്നെ മാറ്റാനായിട്ട് പറ്റത്തില്ലെന്ന് എനിക്ക് അറിയാം. പിന്നെ ബബിത എന്നെ വിളിച്ച് സംസാരിച്ചു, അവർക്കൊരു വിഷമമുണ്ട്, അത് ഞാൻ നിന്നോട് പറഞ്ഞു. പിന്നെ നീ പോയെന്ന് ഓർത്തോണ്ട് ഈ പറയുന്ന ബാലചന്ദ്രനും വൈജയും ഒന്നിക്കുമെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. ചിലപ്പം അമ്മയ്ക്ക് മക്കളെ തിരിച്ചു കിട്ടിയേക്കാം, മക്കൾക്ക് അമ്മയെ തിരിച്ചു കിട്ടിയേക്കാം. പക്ഷെ ആന്റിയും അങ്കിളും ഒന്നിക്കത്തില്ല. അതിങ്ങനെ മുറിച്ചിട്ട 2 കഷ്ണങ്ങളാണ്. ആ കഷ്ണങ്ങൾ ഒന്നിച്ച് ചേർക്കണമെങ്കിൽ പെടാ പാടുപെടും അലീന. അതുകൊണ്ടാണ് നീ പോകണമെന്നുണ്ടെങ്കിൽ വെറുതെ ആണെന്ന് പറഞ്ഞപ്പം ഏതായാലും എനിക്ക് പോയേ പറ്റൂ മനുവേട്ടാ, ഞാനായിട്ട് ഇനി ഇവിടെ നിൽക്കില്ല. ഞാന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിത്തിനോടും ബബിതയോടും ഒക്കെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. ഞാന് എൻ്റെ അച്ഛന്റെ മോളല്ല, ഞാന് എൻ്റെ അച്ഛന്റെ പഴയ കാമുകിയിലുണ്ടായ മോളോ ഒന്നും അല്ല, അച്ഛൻ അങ്ങനെ ഒരു ബന്ധമൊന്നും ഇല്ല എന്ന് ഞാൻ തുറന്നു പറഞ്ഞു. അതുപോലും ഞാൻ തുറന്നു പറയാനുള്ള കാരണം എൻ്റെ അച്ഛൻ എല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കണം, കുനിഞ്ഞു നിൽക്കാൻ പാടില്ല. ഇപ്പം ഞങ്ങൾക്കിടയിൽ ഇനി എന്ത് ബന്ധമാണുള്ളത്? എല്ലാവരും നോക്കുമ്പം എന്ത് ബന്ധമാണ്? ഞങ്ങൾക്കിടയിൽ ഒരു ബന്ധവുമില്ല.
അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ഞാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ചീത്തപ്പേരാവുകയുള്ളൂ. ഞാൻ അതുകൊണ്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തോ ഞാൻ അർഹതയില്ലാതെ ഇങ്ങോട്ടേക്ക് വന്നതും ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് രഹസ്യങ്ങളും സത്യങ്ങളും ഒക്കെ അച്ഛൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എനിക്ക് രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവ് അതെനിക്കില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം കണ്ടുപിടിച്ചത്. ചിലപ്പോൾ അത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടും ആകാം, ചിലപ്പം നല്ലതിലേക്കാകാം ചീത്തയിലേക്കാകാം. അപ്പൊ അങ്ങനെ എന്തിനേലൊക്കെ ആവും. പിന്നെ അത് ഞാൻ കൂടുതൽ അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് ഇപ്പം ഒരു കുടുംബം തകർക്കാനോ അല്ലെങ്കിൽ ഞാൻ കാരണം സമാധാനം ഉണ്ടാക്കാനോ സമാധാനക്കേട് ഉണ്ടാക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പോകാൻ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അലീന നിൽക്കുന്നത്. അപ്പം ലാസ്റ്റ് അമ്പിലും വില്ലിലും അടുക്കില്ലെന്ന് മനുവിന് മനസ്സിലായി. മനു അങ്ങനെ നിർബന്ധിക്കുന്നൊന്നുമില്ല കേട്ടോ. മനു അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ മനുവിന്, പറയേണ്ടത് ഡയറക്റ്റ് ആയിട്ട് പറയും, നിർബന്ധിക്കത്തൊന്നുമില്ല മനു. അപ്പൊ അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്തു. പിന്നെ നീ ഇത് ചിന്തിച്ചോർത്ത് ഇരിക്കുമൊന്നും വേണ്ട, എന്നെ ബബിതയൊക്കെ വിളിച്ചായിരുന്നു, അവർക്ക് ഒരുപാട് വിഷമമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിന്റെ ഇഷ്ടം, നീ തീരുമാനിക്കുക, എന്താണെന്ന് വെച്ചാൽ നീ തന്നെ നിന്റെ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ വൈജയോട് മനു ഒന്ന് നൈസായിട്ട് പോയി സംസാരിക്കുകയാണ്. അപ്പൊ വൈജ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ആന്റി എന്നാ ഇനി തിരിച്ചു പോകുന്ന ഉടനെ ആന്റിക്ക് ഒരു തിരിച്ചു പോക്കൽ ഉണ്ടാകുമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ തിരിച്ചു പോകണമെങ്കിൽ അവൾ അവിടെ നിന്ന് പോകണമല്ലോ, ആ ശവം അവിടെ നിന്ന് പോകാതെ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകില്ല എന്ന് പറഞ്ഞപ്പം അല്ല ആന്റിക്ക് കുറെ ഓഫറുകളൊക്കെ ഉണ്ടല്ലോ, അപ്പം ചില ഓഫറുകളൊക്കെ ഉടനെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോ ഓഫറും എനിക്ക് വേണ്ട, എനിക്ക് ഓരോ ഓഫറിന്റെ ആവശ്യമില്ല, അവൾ അവിടെ നിന്ന് പോകാതെ ഞാൻ അവിടെ കയറത്തില്ല എന്ന് പറയപ്പോ അല്ല ആന്റി ഒരു കാര്യം ഓർക്കണം, ആന്റിയുടെ 3 മക്കളുണ്ടല്ലോ അവിടെ, അവരെ കുറിച്ച് ചിന്തിക്കത്തില്ല എന്ന് പറയപ്പോ അവരെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം എനിക്കുണ്ടോ, അവർക്ക് പുതിയ അമ്മേനെ കിട്ടിയില്ലേ, ബാലചന്ദ്രന് പുതിയ ഭാര്യനെ കിട്ടി, അവർക്ക് പുതിയ അമ്മേനെ കിട്ടി എന്നപ്പോ ആന്റിക്ക് നാണമില്ല ആന്റിക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്, ആന്റി ഒരിക്കലും അലീനെ ആ ഒരു കണ്ണുകൊണ്ട് കാണരുതെന്ന് പറഞ്ഞപ്പം നീ അലീനയെ കൂടുതൽ പുകഴ്ത്തി പറയുകയൊന്നും വേണ്ട, അവൾ എവിടെന്നോ കയറി വന്ന ഒരു പെണ്ണാണെന്ന് എനിക്കറിയാം, ഒരിക്കലും അവള് ബാലചന്ദ്രന്റെ പഴയ കാമുകിക്കുണ്ടായ മകളൊന്നും അല്ല, അത് വെറുതെ ഒരു കണ്ണടപ്പിക്കാനും ആൾക്കാരുടെ വാ പൊത്തിപ്പിക്കാനുമുള്ള ഒരു ചെറിയൊരു ഇത് മാത്രമാണ്, അല്ലാതെ അവള് എവിടെന്നോ കയറി വന്നൊരു പിഴച്ചൊരു പെണ്ണാണ്, അവള് ഏതോ പിഴച്ച തള്ളക്കുണ്ടായ പെണ്ണാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനു തന്നെ മനസ്സിൽ അതെ ഒരു വല്ലാത്ത പിഴച്ച തള്ളയായി പോയി അത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും നീ എന്താ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല, ഏതോ പിഴച്ച തള്ളക്ക് ഉണ്ടായതാണല്ലോ അലീന എന്നിങ്ങനെ ഞാനും ചിന്തിച്ചതാ. ഇനിയിപ്പോ ആന്റിയോട് പറഞ്ഞിട്ട് കാര്യമില്ല, പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഏതായാലും അലീന പോകുമെന്നൊക്കെ തന്നെയാണ് പറയുന്നത്, അവള് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. അവൾ ആദ്യം പോവട്ടെ, അവളിങ്ങനെ പോകും പോവില്ല പോവും വരും എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് കുറെ ആയില്ല, അവൾ അവിടെ നിന്ന് തല്ലി വരെ ഇറക്കിയതല്ല, എന്നിട്ട് അവള് അള്ളി പിടിച്ച് കയറി വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പൂച്ചക്കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടാക്കി കഴിഞ്ഞാലൊക്കെ തിരിച്ചു കയറി വരൂല, അപ്പൊ അതുപോലെ അവള് കയറി വരുന്നേനവാ. അപ്പൊ അതുകൊണ്ട് അവള് പോയി, ഇത്ര ദിവസം കഴിഞ്ഞാലേ അവള് പോയി എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ അവള് കിടന്ന് വായിട്ട് അലിക്കുന്നല്ലാതെ അവള് പോകത്തൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇത് എന്നും പറയുന്ന പോലെയല്ല, അലീനെ അറിയത്തില്ലാഞ്ഞിട്ടാ, എനിക്ക് അലീനെ ഇത്ര നാളായിട്ട് അറിയാം, അലീന ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അലീന പോയിരിക്കും. അപ്പൊ വൈജ പറയുന്നുണ്ട് അവൾ ആദ്യം പോട്ടെ, പോയി കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യമൊക്കെ ചിന്തിക്കുന്നത്, അത് പിന്നെ ചിന്തിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൈജ അങ്ങ് പോയി കേട്ടോ. എന്നാൽ ഈ സമയത്ത് മനു അങ്ങ് പോയി. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെടുപ്പുരയ്ക്കൽ വീടാണ്. അപ്പൊ എല്ലാവരും ഒരുമിച്ചിരുന്ന് രാത്രി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. അലീന വിളമ്പിയൊക്കെ കൊടുക്കുന്നു. എല്ലാവരുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല, വലിയ രീതിയിൽ നല്ല പഴയ ആ ഒരു ഇതൊന്നും ഇല്ല എല്ലാവരുടെ മുഖത്ത്. അലീന പോകുന്നതിന്റെ ആ ഒരു സങ്കടമൊക്കെയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രനോട് തന്നെ ചോദിക്കുന്നുണ്ട്, അല്ല രാവിലെ അച്ഛൻ എങ്ങോട്ടോ പോവാന്ന് പറഞ്ഞു കേട്ടല്ലോ, എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ യാത്രയുണ്ടെന്ന് പറയും. അപ്പം ബബിത ചോദിച്ചു, അല്ലെ അച്ഛൻ എങ്ങോട്ടേക്ക് പോകുന്ന യാത്ര, അല്ല അച്ഛൻ നാളെ തന്നെ വരില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, ഞാൻ നാളെ വരാൻ ചാൻസ് ഇല്ല, മറ്റന്നാളെ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇപ്പൊ എവിടെയാ പോകുന്ന, വല്ല ബിസിനസ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ബിസിനസ് മീറ്റിങ്ങിനേക്കാളും വലിയൊരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്, പോകാതിരിക്കാൻ പറ്റത്തില്ല, ഇനി അത് പോകാതിരുന്നാൽ അത് ശരിയാവത്തില്ല, അങ്ങനെ ഞാൻ പോവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ സമയത്ത് അലീന ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛൻ എവിടെ പോയാലും ഒരു പ്രശ്നവുമില്ല, പക്ഷെ അച്ഛൻ ഒരു കാര്യം ഓർക്കണം, ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് അച്ഛൻ വന്ന സിറ്റുവേഷൻ എന്താണെന്ന് അച്ഛൻ അറിയാലോ, അങ്ങനെ ആയി പോകരുത്, പോകുന്നതൊക്കെ കൊള്ളാം, പോകുന്ന അതെങ്ങനെയാണോ അതുപോലെ തന്നെ അച്ഛൻ തിരിച്ചു വരാവുള്ളൂ എന്ന് പറയുമ്പോൾ ഇനി ഒരിക്കലും ആ ഒരു സിറ്റുവേഷൻ എന്റെ മനസ്സിൽ കയറി കൂടില്ല, കാരണം അത് കഴിഞ്ഞു പോയ കാര്യമാണല്ലോ, ഇനി അതിന്റെ തുടർച്ചയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്, നടക്കാൻ പോകുന്നത്. അപ്പൊ ഇനിയിപ്പോ അതിനെക്കുറിച്ച് ഓർത്ത് ബോധേടാവില്ല, നീ അതോർത്ത് പേടിക്കണ്ട എന്നൊക്കെ അലീനോട് പറഞ്ഞിട്ട് അലീനോട് പറയുന്നുണ്ട്, നീ പോകാൻ തീരുമാനിച്ചവളല്ലേ, അപ്പൊ നീ അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുത്തി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ കാണാൻ പോകുന്നത്. മറക്കരുത്, നാളെ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.